Hello everyone, welcome back to Tales of Mobi. Hope you all are doing well. സോ ഇന്നത്തെ വീഡിയോ ഒരു ഈദ് പ്രിപ്പറേഷൻസ് വ്ളോഗാണ് കേട്ടോ. ആക്ച്വലി ഇത് 2 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ബട്ട് ഓരോ വീഡിയോസും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോൾ അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടിയില്ല. സോ ഇന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഈദിൻ്റെ വ്ളോഗ്, അതായത് ഈദുൽ ഫിത്തർ 2024 എന്നുള്ളൊരു വ്ളോഗ് ഞാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും അത് മിസ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈദിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈദിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഞാനും ഉമ്മയും കൂടി ഇവിടെ അടുത്തൊരു ഹൈപ്പർ മാർക്കറ്റിൽ വന്ന് ഓൾറെഡി കുറച്ച് സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിലേക്ക് വേണ്ട കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. ദെൻ ഈ മിറർ എവിടെ കണ്ടാലും അവിടെ വെച്ചൊരു സെൽഫി അല്ലെങ്കിൽ വീഡിയോ എടുക്കുക എന്നുള്ളത് ഇപ്പം എൻ്റെ ഒരു ഹോബിയാണ്, അല്ലെങ്കിൽ മാസ്റ്റർ പീസാണ്. ഞാൻ ഇതിന് മുന്നത്തെ വ്ളോഗുകളിലും അത് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ക്ലീനിങ് പരിപാടീസ് ഉണ്ട്. പെരുന്നാളൊക്കെയാണല്ലോ, അപ്പം ഫുള്ളൊന്ന് വീട് തുടച്ച് ക്ലീനാക്കി, അല്ലെങ്കിലും നമ്മൾ ചെയ്യലുണ്ട്. ബട്ട് പെരുന്നാളാകുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. സോ ബാക്കി എല്ലാ ദിവസത്തേക്കാളും നമ്മൾ അടിപൊളിയായിട്ട് ക്ലീനാക്കിയിടും. സോ അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ലീനിങ്ങിൻ്റെ എല്ലാ സ്റ്റേജസും വീഡിയോസ് ഷൂട്ട് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഒന്നും എടുത്തിട്ടില്ല. ഇവിടെ നമ്മുടെ വാഷ് ബേസിലെ സിങ്ക് ക്ലീൻ ചെയ്യുന്നതോ അതുപോലെ തന്നെ തുടയ്ക്കുന്ന അങ്ങനെ 2-3 ക്ലിപ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ക്ലീൻ ചെയ്യുന്നത് മൊത്തത്തിൽ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ സമയം ഉണ്ടാവില്ല, വീഡിയോയിൽ ഫോക്കസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ക്ലിപ്സ് മാത്രമാണ് ഈ ഒരു ഭാഗത്ത് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ആ പരിപാടീസ് എല്ലാം കഴിഞ്ഞ് ഈദിൻ്റെ തന്നെ മെയിൻ പാർട്ടിലേക്കാണ് ഞാൻ പിന്നെ കടന്നത്, മെഹന്തി ഇടാൻ. അപ്പോൾ മെഹന്തി ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ദുആ ഹെന്ന എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ പേജാണത്. ഐഷ എന്നാണ് അവളുടെ പേര്. ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേര്, അല്ലെങ്കിൽ അവളുടെ ഒരു സ്മോൾ ബിസിനസ്സിൻ്റെ പേരാണ് ദുആ ഹെന്ന. നല്ല ഓർഗാനിക് ഹെന്നയാണ് കേട്ടോ, 100% ഓർഗാനിക് ഹെന്നയാണ്. വേറെ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് നിസ്കരിക്കുമ്പോൾ ഒലുവൊക്കെ കൂടുന്ന ടൈപ്പ് മെഹന്തിയാണ് കേട്ടോ. ഞാൻ എല്ലാ തവണയും എൻ്റെ കല്യാണത്തിനും നിക്കാഹിനും അതുപോലെ തന്നെ കഴിഞ്ഞ പെരുന്നാളിനും എല്ലാ തവണയും ഞാൻ അവളുടെ അടുത്ത് നിന്നാണ് ഹെന്ന വാങ്ങിക്കലും ഇടുന്നതും. നല്ല ഫ്രഷ് സ്റ്റെയിനാണ് കേട്ടോ, നന്നായിട്ട് ചുമക്കുന്ന ഒരു സൂപ്പർ മൈലാഞ്ചിയാണ് അവളുടേത്. ദെൻ അത് കഴിഞ്ഞിട്ട് അന്ന് ഈവനിങ് എനിക്ക് എൻ്റെ പെരുന്നാളിനിടാനുള്ള ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടി. ആക്ച്വലി വേറെ 2 ഡ്രസ്സ് ഉണ്ടായിരുന്നു, ഞാൻ അതിടാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത്. ദെൻ ലാസ്റ്റ് മിനിറ്റിൽ ഈ ഒരു സൽവാറാണ് ഞാൻ പെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് മിനിറ്റിലാണ് കിട്ടിയത്. അപ്പോൾ ചിലപ്പോൾ ഈ ഡ്രസ്സ് അല്ലെങ്കിൽ വേറൊരു ഡ്രസ്സായിരിക്കും ഞാൻ ഇതിന് ഇടുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ദെൻ അങ്ങനെ ഡ്രസ്സും സെറ്റ് ചെയ്ത് അങ്ങനെ എല്ലാ പരിപാടീസും ഞാൻ ലാസ്റ്റ് രാത്രി ആയപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. രാത്രിക്കാണ് ഞാൻ മൈലാഞ്ചി ഇടുന്നത്. ബിക്കോസ് അപ്പം രാവിലെ വരെ നമുക്ക് വെച്ചുകൊണ്ടിരുന്ന അത്യാവശ്യം നല്ല സ്റ്റെയിനിൽ തന്നെ മൈലാഞ്ചി കിട്ടുന്നതാണ്. അപ്പം അങ്ങനെ രാത്രി ഞാൻ മൈലാഞ്ചി ഇട്ട് ഉള്ളിലും ഫ്രണ്ട് ഹാൻഡിലും ബാക്ക് ഹാൻഡിലും ഞാൻ മൈലാഞ്ചി ഇട്ടു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. മൈലാഞ്ചി ഇടലും കൂടെ കഴിഞ്ഞപ്പോൾ ഈദ് പ്രിപ്പറേഷൻസിൻ്റെ എല്ലാ സ്റ്റേജും തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അത്ര ഹെന്ന ആർട്ടിസ്റ്റ് ഒന്നുമല്ല. ഈ ഒരു ഡിസൈൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ഡിസൈനാണ്. പിൻട്രസ്റ്റിലൊക്കെ നോക്കി കണ്ടിട്ട് ആ ഒരു ഈദിൻ്റെ തീമിൽ ഞാൻ ഇട്ട ഡിസൈനാണ് കേട്ടോ ഇത്. ഉള്ളിലും ഇങ്ങനെയാണ് ഇട്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ഈദ് പ്രിപ്പറേഷൻസ് വ്ളോഗിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതിൻ്റെ മെയിൻ വ്ളോഗ് ഞാൻ ഉടനെ തന്നെ ഇന്നോ നാളെയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. എല്ലാവരും കാണുക. അപ്പോൾ സീ യു.